പല വിധത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള വിലയിരുത്തൽ നടത്താം. പക്ഷേ തിരഞ്ഞെടുപ്പിന് വോട്ട് തേടുന്ന വഴിയിൽ ഏതൊക്കെ ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടതാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആകട്ടെ, PDP ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് പല വർഗീയ മത പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും വോട്ടുറപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു മുന്നണിയെന്നൊന്നും പറയണ്ട, എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള തിരുത്തൽ കൂടി അങ്ങും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ PDP ആയിട്ട് അടക്കമുള്ള ബന്ധങ്ങളിൽ നിന്ന് സ്വരാജ് കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വർഗീയ കക്ഷികളുടെ വോട്ട് ഇനിയും വേണ്ട, തോറ്റാലും കുഴപ്പമില്ല. അപ്പോൾ ആ നിലപാടിലേക്കുള്ളൊരു കൃത്യമായ മുന്നോട്ട് പോക്ക്, എന്ത് പാളിച്ചകൾ വന്നു എന്നാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിങ്ങൾ തിരുത്താൻ പോകുന്നത്? അങ്ങ് കൃത്യമായി അക്കമിട്ട് അങ്ങക്ക് എന്ത് പാളിച്ചാണ് ഈ തോൽവിയിലേക്ക് നയിച്ചതെന്ന് പറയാൻ കഴിയും? അത് പറയാം. അതിനു മുമ്പ് താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച എനിക്കൊരു ആഭരണം കാർഡ് തന്നല്ലോ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്ത് വ്യാഖ്യാനവും നടത്തുന്ന ആളായി. ഞാൻ പറഞ്ഞത് അങ്ങനെക്കുറിച്ചല്ല, ഞങ്ങളടക്കം ഞങ്ങൾക്ക് 3 പേരുണ്ട്, നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, വ്യക്തിപരമല്ലാതെ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഒരു ആഭരണം അണിയിക്കാനുള്ള ഒരു ഒരിക്കലുമില്ല. അതുകൊണ്ട് ഓക്കെ. അല്ല, ഇത് ഇവിടെ പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തോൽവിയായിട്ട് മാത്രമേ കാണൂ. അതിന്റെ അകത്ത് ന്യായീകരണങ്ങൾ കാണുകയില്ല എന്നുള്ളത് എന്റെ ഖണ്ഡിതമായ നിലപാട് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. തോൽവിയായിട്ട് തന്നെ കാണൂ. അതിന്റെ അകത്ത് ഞാൻ ഇപ്പോഴും പറയും, നാളെയും പറയും, തോൽവി ജനങ്ങളുടെ ഒരു ഡിമാൻഡാണ്. ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിന്റെയാണ്. എന്താണ് ആ ഡിമാൻഡ്? തിരുത്താൻ ചില കാര്യങ്ങളുണ്ട് എന്ന് മുന്നണിയോട്, പാർട്ടിയോട്, സർക്കാരിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ആ മുന്നണിയുടെയും പാർട്ടിയുടെയും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതിനെ അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഇപ്പൊ ഗോവിന്ദ മാഷ് അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു നമുക്കറിയാം. പിന്നെ CPM-നെ സംബന്ധിച്ചോളം പാർട്ടി സെക്രട്ടറിയാണ് ആ പാർട്ടിയുടെ സുപ്രധാന മുഖം. അപ്പൊ ആ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ ഒരു തോൽവിയുടെ മുന്നിൽ നിന്ന് അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നതിൽ അപാകതയുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ പിന്നെ അവരുടെ ഒരു രീതി അറിയാമല്ലോ, സംഘടനാപരമായി CPM അത് ആന്തരികമായി തിരുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് തന്നെയാണ് വേറൊരു രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്ന് ഓറലി പറഞ്ഞെങ്കിലും അതിന്റെ ആന്തരികമായ അർത്ഥം വലിയ തോതിൽ തന്നെയാണ് ഞാൻ പിന്നെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ഈ വലിയൊരു ഈ അൻവർ പോയപ്പോൾ, അൻവർ പാർട്ടി വിട്ട് പോകുന്ന സമയത്ത് വലിയൊരു പ്രതികരണമൊന്നും CPM-നെ സംബന്ധിച്ചോളം സൈബർ സഹാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അൻവറിനൊപ്പം ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായില്ല. പക്ഷേ അൻവർ ഇന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്രയും വലിയൊരു വോട്ട് പിടിക്കുകയാണ്, 20,000-ഓളം അടുപ്പിച്ച വോട്ട്. അത് CPM-ന്റെ ഉള്ളിൽ നിൽക്കുന്ന, ഇപ്പോഴും അൻവറിനോട് പ്രതിബദ്ധതയുള്ള ആളുകളുടെ മനസ്സിലെ ആ വോട്ടാണോ രേഖപ്പെടുത്തുന്നത്? അതൊരു സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമായി തന്നെ പ്രതിഫലിക്കുകയായിരുന്നു. അല്ല, അത് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാത്ത ആളാണ് ഞാൻ. അത് നമ്മൾ തമ്മിൽ മറ്റൊരു ചർച്ചയിൽ നേരത്തെ സംസാരിച്ചോണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ പിന്നെ ഗുഡ് ഗവേണൻസ്, ബാഡ് ഗവേണൻസ്, ഈ രണ്ട് തരത്തിലുള്ള ഗവേണൻസേ നിൽക്കുന്നുള്ളൂ എന്നുള്ളത് സഫോളജിസ്റ്റുകൾ ഈ നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞത് ആംഗ്രി വോട്ടേഴ്സിന്റെ കാലത്തെ പഴയകാല കണക്കുകളും വ്യാഖ്യാനങ്ങളുമാണ്. അതൊന്നും ഇക്കാലത്തെ കാര്യങ്ങളില്ല. കാരണം ഇപ്പൊ മെച്യൂർഡ് വോട്ടേഴ്സാണ് രാജ്യത്ത് ജീവിക്കുന്നത്. അവരാണ് ആര് തങ്ങളെ നയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെയാണ്. അപ്പൊ ആ തരത്തിൽ നിൽക്കുമ്പോൾ ബാഡ് ഗവേണൻസ് ഉണ്ട് എന്ന് നിലമ്പൂരിലെ വോട്ടർമാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ബാഡ് ഗവേണൻസ്? ആന്റി ഇൻകംബൻസി എന്നുള്ളതല്ല അവിടെ വരേണ്ടത്. ബാഡ് ഗവേണൻസ് ഉണ്ട് എന്ന് നിലമ്പൂരിലെ വോട്ടർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്തൊക്കെയാണ്? ബാഡ് ഗവേണൻസിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്? അത് പരിശോധിക്കണം. അതാണ് തിരുത്തേണ്ടത്. അതാണ് CPM-ന്റെ ഉത്തരവാദിത്വം, സർക്കാരിന്റെ ഉത്തരവാദിത്വം, മുന്നണിയുടെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ പറയുക. അതിനെ അങ്ങനെ തന്നെ കാണുന്നതാണ് ഉചിതവും ശരിയും. പിന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിലയിരുത്തലും സ്റ്റഡീസും എല്ലാവർക്കും ലഭ്യമാണല്ലോ, താങ്കൾക്കും കിട്ടുമല്ലോ, നോക്കിക്കോളൂ. അതങ്ങനെയാണ്. അല്ലാതെ ആന്റി ഇൻകംബൻസി എന്നുള്ള ഫാക്ടർ ഇപ്പൊ ചിലരൊക്കെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു തേഞ്ഞു വഴകിയ വാക്കല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനമില്ല. അത് ഈ ഗുഡ് ഗവേണൻസിന് ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് തുടർച്ച കിട്ടും.